എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാലഗോപാലൻ പോയോ? ഇല്ല, അകത്തുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ? എന്താ ബാലഗോപാലൻ, നിങ്ങൾക്ക് കാശ് തരാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. ശരി, വരട്ടെ. നീ എന്താ അകത്ത് വരാത്ത? ഇവിടെ നിന്നാ ഏതൊരു പോയാലും നിന്നെ കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതി. അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏതാ? അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി. നീ ഒരു നല്ല ഫ്രണ്ടല്ല, നിനക്ക് ആത്മാർത്ഥതയില്ല. ആവശ്യത്തിന് കണ്ടുപോലെ നീ രൂപ എടുക്ക്. ശമ്പളം കിട്ടിയില്ല, രൂപ എടുക്കടാ. ശമ്പളം നാളെ കിട്ടുള്ളൂ, എന്നെ വിശ്വാസം. നിന്റെ ഡാ ഒന്നും എന്റെ അടുത്ത് വേണ്ട, നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കാം. നാളെ തരാം. ശരിയാകത്തില്ല, ശരിയാകത്തില്ല. ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാ. എടാ, ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ? അടച്ചില്ലെങ്കിൽ എന്താ, ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയെന്നാണ് നിന്റെ വിചാരം? അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും ഞാൻ തല്ലു. എന്റെ കൈയും കക്ഷത്തിരിക്കല്ലേ. പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേലി കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു. ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടൂടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിന്നെ അതിന്റെ അകത്ത് കേട്ടത്തില്ല, അതിൽ ദേഷ്യം തോന്നരുത്. സന്തോഷം. ഞാൻ ദൂരെ ഒന്നും വല്ല ബൈനാക്കുർ കൂടെ സാറിന്റെ വീട് നോക്കണം. ബൈനാക്കുലേഴ്സ് വെച്ച് നോക്കാം, കുഴപ്പമില്ല. കേരള ഓണം 10 ലക്ഷം ടിക്കറ്റ് എടുക്കും സാർ. കാണിട്ട് വാടേ. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പറാണെങ്കിൽ എടുക്കും. തമിഴ്നാട് സാറിന് വേണ്ടോടാ, ഞാൻ പറയാം. ഹരിയാനയുടെ ഉണ്ടാവും, മഹാലക്ഷ്മി. മഹാലക്ഷ്മി എടുത്താൽ ശരി സാർ. 55 ലക്ഷം. അതിനെ ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങൾ നിനക്കൊന്ന് ലാവിഷായിക്കൂട്ടല്ലേ? ശരി, നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും. വാ. ശരി. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി. എടാ നാരണൻകുട്ടി, ഞാൻ ഒരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീസിനെ നോക്കിക്കേ. ലൈനാ, ലൈൻ. ഞാൻ നാളെ ബീച്ച് വെച്ച് കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ.